ചെറുപ്പം മുതൽ ഇംഗ്ലീഷ് സിനിമകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ കണ്ട പടങ്ങൾ തന്നെ പിന്നെയും കണ്ട് ജീവിതം തന്നെ ബോറടിച്ചിരിക്കുന്ന ടൈമിലാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് ഗെയിം ഓഫ് ത്രോൺസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതൊരു TV സീരിയലാണ്, കണ്ടു നോക്ക് എന്ന് പറഞ്ഞായിരുന്നു അവൻ എനിക്ക് തന്നത്. അന്ന് വരെ TV സീരിയൽ എന്നാൽ എനിക്ക് ആകെ അറിയാവുന്നത് എൻ്റെ അമ്മൂമ്മ കാണുന്ന പരസ്പരവും കറുത്തമുത്തൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ തന്നെയായിരുന്നു ഞാൻ ഈ ആദ്യത്തെ എപ്പിസോഡ് കണ്ടത്. പക്ഷെ ആദ്യ എപ്പിസോഡ് തന്നൊരു ത്രില്ല് കാരണം ആ സീസൺ മുഴുവൻ ഒറ്റയിരുപ്പിന് കണ്ടു തീർത്തു. അതിനുശേഷം ഗെയിം ഓഫ് ത്രോൺസ് കാണുക എന്നത് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ തന്നെയായി മാറുകയായിരുന്നു. അതുവരെയും എല്ലാ സീരിയലുകളെയും കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ സീരിയലുകളെ ഇഷ്ടപ്പെടുത്താനും കൂടി ഈ ഗെയിം ഓഫ് ത്രോൺസ് ഇടയാക്കി. ഞാൻ കാണാൻ തുടങ്ങുന്ന സമയത്ത് 6ാമത്തെ സീസൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. 6 സീസണും കണ്ടു കഴിഞ്ഞ ശേഷം ഇനി എന്ത് എന്ന് ചോദ്യമായി എൻ്റെ മുമ്പിൽ. 7ാമത്തെ സീസൺ ഇറങ്ങാൻ ഏകദേശം 1 വർഷം ബാക്കിയുണ്ടായിരുന്നു. വേറൊന്നും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ 6 സീസണും ഒരു വട്ടം കൂടി കാണാൻ ശ്രമിച്ചു. ഇതിനിടയിൽ എൻ്റെ കൂട്ടുകാരനെ എനിക്ക് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഇതുവരെയും ഗെയിം ഓഫ് ത്രോൺസിനെ കുറിച്ച് അറിയാത്ത പലർക്കും ഞാൻ ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്നത് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 2 വട്ടം മുഴുവനായി കണ്ടതിന് ശേഷം പിന്നെയും എൻ്റെ മുൻപിൽ സമയം കുറേ ബാക്കി കിടക്കുകയാണ്. സീരിയലിനോട് അതുവരെയും അറപ്പും വെറുപ്പുമായിരുന്ന എനിക്ക് ഒരു ദിവസം പോലും ഈ സീരിയൽ കാണാതെ ഉറക്കം വരില്ല എന്ന അവസ്ഥയിൽ വരെ എത്തി. ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെ മറ്റ് പ്രശസ്തമായ TV സീരിയലുകളെ ഇതുവഴി ഞാൻ മെല്ലെ പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബ്രേക്കിംഗ് ബാഡ് എന്ന TV സീരീസിനെ കണ്ടെത്തി. സംഗീതം പഠിക്കണമെന്ന മോഹത്തോടെ ചെന്നുപെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന പ്രശസ്തമായ TV സീരീസിൽ നിന്നും ഞാൻ എത്തിപ്പെട്ടത് അതിനൊപ്പം തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ പ്രശസ്തി ആർജിച്ച ബ്രേക്കിംഗ് ബാഡ് എന്ന മറ്റൊരു പഴയ TV സീരീസിനായിട്ടായിരുന്നു. ഇതിലെ വാൾട്ടർ വൈറ്റ്, ജെസ്സി പിങ്ക്മാൻ എന്നീ 2 കഥാപാത്രങ്ങൾ കണ്ട ഏതൊരാളും മരിക്കുവോളം ഇവരെ മറക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഗെയിം ഓഫ് ത്രോൺസും ബ്രേക്കിംഗ് ബാഡും എന്നെ TV ഷോസിനോട് കൂടുതലായി അടുപ്പിച്ചുകൊണ്ടിരുന്നു. 2016 മുതൽ ഞാൻ കാണാൻ തുടങ്ങിയ ഗെയിം ഓഫ് ത്രോൺസിനോടുള്ള ഇഷ്ടം കാരണം ഇന്ന് 2019 എത്തുമ്പോഴേക്കും ബ്രേക്കിംഗ് ബാഡ്, പ്രിസൺ ബ്രേക്ക്, വൈക്കിങ്സ്, സ്ട്രേഞ്ചർ തിങ്സ്, ഷെർലക്ക് തുടങ്ങി 20ഓളം TV സീരീസുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. 7ാമത്തെ സീസൺ ഇറങ്ങുമ്പോഴേക്കും പിന്നീട് ഗെയിം ഓഫ് ത്രോൺസ് വളരെയധികം വളർന്നു കഴിഞ്ഞിരുന്നു. ലോകം മുഴുവനും ഇന്ത്യയിലും ഇത് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം ചർച്ചാ വിഷയമാകുന്ന പ്രശസ്തമായൊരു TV സീരിയലായി മാറിയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം പല വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റികളെല്ലാം ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പേരിൽ തുടങ്ങാൻ തുടങ്ങി. ഇന്ന് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പേരിൽ പല മീംസും ട്രോളുകളും എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയങ്ങളാണ്. മറ്റ് TV സീരീസുകളെ പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നില്ല, ഇംഗ്ലീഷിനെ കൂടുതലായി പഠിക്കാനും എന്തിനേറെ ഇന്ന് സബ് ടൈറ്റിലില്ലാതെ ഒരു സിനിമ കാണാൻ വരെ സഹായിച്ചത് ഈ ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ഒരു പരിധിവരെ റീലോഡ് മീഡിയ എന്നീ ചാനലിൽ തുടങ്ങാൻ തന്നെ ഉത്തേജകമായത് ഗെയിം ഓഫ് ത്രോൺസ് എന്നൊരു TV സീരീസ് തന്നെയാണ്. ഇങ്ങനൊരു ചാനൽ തുടങ്ങുവാനും ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ TV ഷോസിനെ കുറിച്ച് അറിയാനും കൂടുതൽ സിനിമകളെക്കുറിച്ച് അറിയാനും എല്ലാം ഇടവരുത്തിയ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒരു TV സീരീസ് ഇനി വരുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്കറിയാം, എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ തന്നെ പുതിയൊരു മാറ്റം വരുത്താൻ ഏറെ സഹായിച്ചത് ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന TV സീരീസാണ്. ഇതുപോലെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന TV സീരീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നന്ദി.